Hello everyone, welcome to our very first episode. Kids these days have a notion that being a priest is equivalent to always being in prayer, performing priestly duties and not being a part of any fun activity. Is it really so? Well, today we have with us a prime example. On behalf of the Catechism Department, let me welcome the ever vibrant, dynamic, energetic and everyone's favorite Jithan Achan. വെൽക്കം ജിത്തനച്ച. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ടാണ് ജിത്തനച്ചൻ വന്നേക്കുന്നത്. ഓഡിയൻസിൻ്റെ ശ്രദ്ധയ്ക്ക് ജിത്തനച്ചൻ ഇങ്ങനെ പുകഴ്ത്തി പറയാൻ എനിക്കൊരു കാശും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇനിയും പുകഴ്ത്തി പറയാം. അപ്പോൾ ജിത്തനച്ച, ഇവിടെ വന്ന് ഹോട്ട് സീറ്റിലിരിക്കുമ്പോൾ അച്ഛന് പേടി തോന്നുന്നുണ്ടോ? നല്ല പേടിയുണ്ട്. നിങ്ങൾ ഏത് തരം ചോദ്യം ചോദിക്കുമെന്ന് അറിയത്തില്ലാത്തതിനൊരു പേടിയുണ്ട്. പാവം, ഞാൻ നന്നായി പൊരിക്കുന്നതാണ് അച്ഛൻ്റെ വിചാരം. क्या क्वेश्चंस चिपकाने वाले पता नहीं, शाने लोग हैं सब लोग. Okay, so I've heard that you are a wrestling champion. किधर से? Insider information. Thank you, Jiffin. ഓക്കെ, അച്ഛന് റെസ്ലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. വീട്ടിൽ എപ്പോഴും ഈ ഗുസ്തിയും അതും ഇതാണല്ലോ. ഇസ് ഇറ്റ് ട്രൂ? ചെറുപ്പത്തിൽ കുറേ ഇഷ്ടമായിരുന്നു. അത് കുറേ കണ്ടിട്ടുമുണ്ട്. അതിന് കുറേ സമ്മാനങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. പുറത്തുനിന്നല്ല, അകത്തുനിന്ന് തന്നെ, അപ്പൻ്റെ കയ്യിലൊക്കെ. അതല്ലേ? ഓ, അങ്ങനത്തെ സമ്മാനങ്ങളാണല്ലേ. അത് കിട്ടിക്കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അതിനോടൊക്കെ കൂടി മാറി. ബസ് വയറ് നിറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അച്ഛൻ വീട്ടിൽ പോകുമ്പോൾ ജിഫിനും അച്ഛനും നിങ്ങൾ തല്ല് കൂടാറുണ്ടോ? അങ്ങനെയില്ല, ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ വി മിസ് ഈച്ച് അതർ എ ലോട്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴും പിന്നെയും എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. തല്ലുകൂടാറിങ്ങനെയില്ല. പിന്നെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതും വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പറയും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ തല്ലുകൂടൽ പ്രസ്ഥാനം വളരെ കുറവ്. വി ആർഗ്യൂ വിത്ത് ഈച്ച് അതർ. എന്തെങ്കിലും ഒരു കാരണം പറയും, അവൻ തുടങ്ങും, ഞാൻ തുടങ്ങും. പിന്നെ താഴേന്നുണ്ടെങ്കിൽ മമ്മി പറയും, അച്ഛനായിട്ട് ഒരാളിങ്ങനെ ഇരിപ്പുണ്ട്, തല്ലുകൂടൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ചീത്ത വിളിക്കും. അല്ലാണ്ട് അങ്ങനെ ഇപ്പോഴൊന്നുമില്ല. അപ്പോൾ ഒരു അച്ഛൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞത് റെസ്ലിംഗ് നമുക്ക് മനസ്സിലായി. അതുകൂടാണ്ട് വേറെ എന്തൊക്കെയാണ് അച്ഛൻ്റെ ഹോബീസ്? ഹോബീസ് എന്ന് പറയുന്നത് ഐ ലൈക്ക് റീഡിങ്. ഓക്കെ. സമയം കിട്ടുമ്പോൾ പെൻസിൽ ഡ്രോയിങ്. ഓക്കെ. ഏതാണ് ജോണർ, ഏത് ടൈപ്പ് ഓഫ് ബുക്സ് ആണ് അച്ഛന് ഇഷ്ടം റീഡ് ചെയ്യാൻ? എനിക്ക് മോസ്റ്റ്ലി മിസ്റ്ററീസ്, ത്രില്ലേഴ്സ്, ഇതാണ് പൊതുവെ എൻ്റെ സാധനങ്ങൾ. അതിൽ കുറച്ചിങ്ങനെ പിന്നെ നമ്മൾ പറയില്ലേ, വായിക്കുമ്പോൾ ഇത് മാത്രമല്ലാണ്ട് നല്ല കണ്ടൻറ്റുള്ള സാധനമാണെങ്കിൽ എനിക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ പ്രീസ്റ്റ് എനിക്ക് പ്രസംഗത്തിൽ പറയാൻ എവിടെയെങ്കിലും ഉപകാരപ്പെടും തോന്നുന്ന സാധനമാണെങ്കിൽ ഞാനത് വായിക്കും. പിന്നെ ഈ തലയ്ക്ക് മേളിൽ കൂടെ പോകുന്നത് जैसे कि अपन क्या बोलते हैं, सर के ऊपर से जाने वाले कुछ कंटेंट लिखते हैं, जो क्या लिखा है वो ऑथर को भी नहीं पता है, जो रीड करते हैं उनको भी समझना नहीं मांगता है, बोलते जो लिखता है that I don't read. I first read the first 2 pages, from that I know what kind of book is this, only then after I will read it, otherwise I won't even touch it. ഓക്കെ. സോ അപ്പം ഈ ബുക്ക് വായിക്കണത് ആൾ പ്രസംഗത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? ഞങ്ങൾ എന്ന് വെച്ചാൽ കാറ്റഗിസം സ്റ്റുഡൻസ്, ദ യൂത്ത്, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് ഫോർ അസ്? കാറ്റഗിസം യൂത്ത് വായിച്ചതിൻ്റെ ബേസിസില്ല, ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ബേസിസിൽ ഒറ്റ കാര്യങ്ങൾ പറയാനുള്ളൂ. ലൈഫ് ഈസ് ഷോർട്ട്, എൻജോയ്. പിന്നെന്താ, ഞാനങ്ങനെ ഉപദേശിക്കുന്ന ടൈപ്പ് ആളല്ല. ഉപദേശങ്ങൾ എൻ്റെ ലൈനേ അല്ല. അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ടൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയും. അതിനപ്പുറത്തേക്ക് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അവസാനം അവർ തന്നെ ചോദിക്കും, അച്ഛൻ ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞങ്ങൾ ഇതിനാണ് ചെയ്യുന്നത്. വളരെ സത്യസന്ധമായ ഒരു ആളാണ് നമ്മുടെ ജിത്തിൻ അച്ഛൻ. ഓക്കെ അച്ഛാ, കുഴപ്പമില്ല. ഇവിടൊക്കെ പറയണതിന് വേണ്ടി ഞാൻ വേറെ എക്സ്ട്രാ ആയിട്ട് കമ്മീഷൻ പിന്നെ വാങ്ങിച്ചോളാം. ഓക്കെ, ഷർമ ആയാലും മതി. ഫോർ ദോസ് ഹു ഡോണ്ട് നോ, ജിത്തിൻ അച്ഛൻസ് ഫേവറേറ്റ് ഫുഡ് ഐറ്റം ഇസ് ചിക്കൻ ഷർമ. കറക്റ്റ്? ഒരു സൈഡിൽ നിന്ന് അത് എല്ലാം ഇല്ല. നമ്മുടെ യൂത്തിൽ വൺ ഓഫ് ദ യൂത്ത് ഇൻട്രൊഡ്യൂസ് ദാറ്റ് തിങ് ടു മീ.
I have eaten shawarma many times, but this thing, this dragon shawarma, I have eaten only the first time. അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഐ തോട്ട് ദാറ്റ് ഇറ്റ്സ് ഗുഡ്. ചില സ്ഥലങ്ങളിലെ ചില ടേസ്റ്റുകൾ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കും. ഐ വാസ് ഫസ്റ്റ് അപ്പോയിൻറ്റഡ് ലൈക്ക് അൺഒഫീഷ്യൽ അപ്പോയിൻമെൻറ്റ് വാസ് ഇൻ ബോറിവിലി. സോ ബോറിവിലിൽ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ബട്ട് ഫ്രം ദെയർ ഐ ഗോട്ട് ബാക്ക് ദി മെമ്മറി ഓഫ് റബ്ഡി ഐസ്ക്രീം, റബ്ഡി കുൾഫി. മദർ ഡയറിയുടെ ഒരു സാധനമാണ്. യു വോണ്ട് ഗെറ്റ് ഇറ്റ് ഇൻ കല്യാൺ ഇൻ എനിവേ. ഞാൻ കുറേ തപ്പി. അച്ഛൻ ഫ്രീയിൽ മദർ ഡയറിയുടെ പ്രൊമോഷനും ചെയ്യുന്നുണ്ട്. എല്ലാവരും മദർ ഡയറിയിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് വി നീഡ് മണി ഫോർ ദ പ്രൊമോഷൻ ദാറ്റ് ഈസ് ബീങ് ഡൺ ടുഡേ ഓവർ ഹിയർ. ഈ ചില സ്ഥലങ്ങളിലെ ചില ടേസ്റ്റുകൾ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കും. ബോർവിലിലായിരുന്നപ്പോൾ റബ്ഡി ഐസ്ക്രീം, ഇവിടെ ഡ്രാഗൺ ഷവർമ. ഓക്കെ, വാവ്. എല്ലാ സ്ഥലത്തും ഓരോരോ പ്രിൻസിപ്പൽ ഡിഷായിട്ട് അച്ഛൻ എല്ലാം ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. അച്ഛൻ റീസെൻ്റ്ലി യു ഹാവ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ നോട്ടറി ഓഫ് ആർ കുടുംബക്കോടതി. അപ്പോൾ അതിനെ പറ്റി അച്ഛൻ എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ്, ഹൗ ഡസ് ഇറ്റ് ഫങ്ഷൻ? എപ്പാർക്കൽ ട്രൈബ്യൂണൽ ദർ ഇസ് 2 ടൈപ്സ്. അതിൻ്റെ അകത്ത് തന്നെ ദർ ഇസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓൾസോ ഈ കുടുംബ കോടതി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഐ എം അപ്പോയിൻറ്റഡ് ടു ദ എപ്പാർക്കൽ ട്രൈബ്യൂണൽ കൺസേണിങ് ദി ഫാമിലി ഇഷ്യൂസ് ആൻഡ് ഓൾ. എൻ്റെ മെയിൻ പണി അവിടെ പറയുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്തെടുക്കുക. മൈ മെയിൻ വർക്ക് ഈസ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഫയലിംഗ്. അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒത്തിരി ഉണ്ട്. ബേസിക്കലി ഇപ്പോൾ അവിടെ ഒരു ഇപ്പോൾ വെരി സാഡ് ടു സേ ഒരു സെപ്പറേഷൻ്റെ കേസ് വരുവാണെങ്കിൽ ആസ് പെർ ഇൻ ആർ കാത്തലിക് ചർച്ച് ദർ ഇസ് നോ ഡൈവോഴ്സ്, ദർ ഇസ് ഓൺലി സെപ്പറേഷൻ. വി പ്രൂവ് ദാറ്റ് മാരേജ് വാസ് void or null. We nullify the marriage based on certain grounds. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേഷൻ്റെ കേസ് വന്നു കഴിയുമ്പോൾ വി ഫസ്റ്റ് കോൺടാക്ട് ദ പീപ്പിൾ ഹു വോണ്ട് സെപ്പറേഷൻ. ദേ വിൽ ഫസ്റ്റ് കോൺടാക്ട് ദ വിക്കേഴ്സ്. അവരത് കഴിഞ്ഞൊരു ആപ്ലിക്കേഷൻ എഴുതും ടു ദ ബിഷപ്പ്. ഓൺലി വെൻ ദ ബിഷപ്പ് അപ്രൂവ്സ് ഓഫ് ഇറ്റ് വിൽ ബി കമ്മിങ് ടു ദ എപ്പാർക്കൽ ട്രൈബ്യൂണൽ. അവിടെ വന്നു കഴിഞ്ഞാൽ ദി ജഡ്ജസ് ആൻഡ് ദി judges and the defender of bond, they will sit together and they will see on what grounds this case has to be taken. അങ്ങനെ ഗ്രൗണ്ട്സ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഈ പറയുന്ന പാർട്ടീസിനെ വിളിച്ചു തുടങ്ങും. കല്യാണം കഴിഞ്ഞവർ രണ്ടുപേരും സെപ്പറേറ്റ് ആകാൻ പോകുന്നവർ പിന്നെ അവരുടെ വിറ്റ്നസസിനെ വിളിക്കും. വൺസ് ദ കേസ് ഇസ് പ്രൂവ്ഡ് ദെൻ വി ഗോ ഫോർ ദി നള്ളിഫിക്കേഷൻ. അവിടെ അകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇറ്റ്സ് ഓൾറെഡി എ സീക്രട്ട് എന്ന് പറഞ്ഞില്ല. വി ടേക്ക് ദി ഓത്ത് ഓഫ് സീക്രസി ബിഫോർ ദ ബിഷപ്പ്. അപ്പോൾ അവിടെ നടക്കുന്ന ഏത് കാര്യങ്ങളും ഐ ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ ടു ഡോക്യുമെൻറ്റ് ആൻഡ് ഐ ഹാവ് ടു ഫയൽ ഇറ്റ്. ഒരു കേസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വി ബൈൻഡ് ഇറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് ഫോർ ഫർദർ റെഫറൻസസ്. അതാണ് എൻ്റെ മെയിൻ പണി. അപ്പോൾ അച്ഛനൊരു ടൈപ്പിസ്റ്റ് ആണ്, അച്ഛന് ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്. ഹാവ് യു എവർ തോട്ട് അബൌട്ട് റൈറ്റിംഗ്? Not thought as such of writing, but I have wrote sometimes like short stories, poems. Okay. उसके आगे അങ്ങനെ എന്തെങ്കിലും ഞങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ അച്ഛൻ്റെ അടുത്ത്? ഇപ്പോൾ പ്രത്യേകിച്ച് കുറേ എഴുതിയിട്ടൊന്നുമില്ല. I have written less, but जितना लिखा है उसके लिए प्राइज मिला है. Oh my God. അതിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന You have an award winning writer with us. അവാർഡ് വിന്നിംഗ് ഒന്നുമില്ല. ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഒക്കെ അതൊക്കെ നല്ല അവാർഡ് തന്നെയാണ്. അതിൻ്റെ ഒക്കെ താഴെ കിട്ടിയിട്ടുള്ളൂ. പറയാൻ പാകത്തിന് സച്ച് കുച്ച് നെയ്. ബട്ട് ലൈക്ക് ഐ ലൈക്ക് ടു റൈറ്റ് സ്റ്റോറീസ്. That's really a wonderful hobby. So അത് either I'll cook something up by myself, otherwise I'll see somebody's life experiences and form it in my own way. ചിലപ്പോൾ ചില വാക്കുകളായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ ചില വിഷമങ്ങളായിരിക്കും. അതൊക്കെ നമുക്ക് പിന്നെ ഒത്തിരി അച്ഛനായി കഴിയുമ്പോൾ ഒത്തിരി കേൾക്കാൻ കിട്ടും. ബട്ട് അച്ഛനായി കഴിഞ്ഞ് പിന്നെ ഇത് എഴുതാൻ നമുക്ക് പറ്റിയിട്ടില്ല. ലേക്കിൻ വെൻ ഐ വാസ് ഇൻ ദി സെമിനറി, after listening to many people, especially when priests come to take classes for us, they say many experiences of theirs. അപ്പോൾ അത് അവരുടെ സ്വന്തമാണ്. യു കാൺട്ട് ലൈക്ക് ടേക്ക് ഇറ്റ് ഡയറക്ട്ലി ഫ്രം ദറ്റ് ആൻഡ് യൂസ് ഇറ്റ് ആസ് യുവർ ഓൺ. സോ ഐ ടേക്ക് ദ ത്രെഡ് ഓഫ് ഇറ്റ് ആൻഡ് add my own things and I put it in my own way. So you are an excellent improviser. I can do sometimes. That is indeed a very precious quality, I feel.
അതുകൂടാണ്ട് അച്ഛാ ഈ അച്ഛനാവാൻ വരുമ്പോഴേ നമ്മുടെ പിള്ളേർക്കൊക്കെ ഈ നോഷൻ ഉണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റില്ല, എപ്പോഴും പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കണം എന്ന്. അതിനെ പറ്റി അച്ഛന് എന്താണ് പറയാനുള്ളത്? फुल टाइम प्रार्थनाയൊന്നുമില്ല. അത് जब सेमिनारी में आया था तब ऐसा लग रहा था यार पूरा दिन अभी इसकी प्रेयर में कैसा बैठेगा. पढ़ली में सिर्फ एक टाइम जाता था, उसके बाद में कल्टी खा. लेकिन उसके बाद लाइक वी नेवर यूज्ड टू सिट एज सच फॉर प्रेयर. घर पे आधा घंटा बैठने के लिए भी मम्मी आवाज़ करती थी, तभी बोल के यूज्ड टू गो एंड सिट फॉर फैमिली प्रेयर. सेमिनारी में आने के बाद फर्स्ट नोशन आई वाज यार ये प्रेयर के लिए कितना टाइम बैठने का है. सो बट इवेंचुअली इट वॉज नॉट लाइक दैट. There are specific times for prayer. After that you are free. There are time for studying, there are time for play, there is time to eat, there is time to fool around. जो करने का कर सकते हैं, but there is a time limit for everything. ആ ടൈമിൽ ചെയ്താൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് they don't expect you. പഠിക്കേണ്ട സമയത്ത് പോയി പ്രാർത്ഥിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. ചീത്ത വിളിക്കും. നല്ല അച്ഛന്മാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കിട്ടും. ആ ഒരു ന്യൂ ചാൻസലർ ഫാദർ ജോർജ് വാസ് മൈ റെക്ടർ. സോ ഹി യൂസ് ടു സേ when it is time to play, go and play. Don't fool around in the chapel or go and study and all. It's time to play, so go and play. So when you were in the seminary, which was your most favorite phase? Favorite phase yani? As in എപ്പോഴാണ് അച്ഛനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ഗെയിംസ് കളിക്കാൻ പറ്റിയിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസോ അങ്ങനെ, വിച്ച് ഇസ് ദാറ്റ് വൺ ടൈം യു എൻജോയ്ഡ് ദ മോസ്റ്റ്? I think the whole of seminary life was really an enjoyment. The moment I stepped into the seminary, it's a different world unlike the others. പുറത്ത് നമുക്ക് ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റും. You are directly facing some life situations. But inside the seminary, you are totally out of the world. But you create your own world there. നമ്മുടെ ബാച്ച്മേറ്റ്സ്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സീനിയേഴ്സ്, പിന്നെ നമ്മുടെ അച്ഛന്മാർ, അവരാകുന്നൊരു പ്രത്യേക വേൾഡ് ഉണ്ടാവും. യു ക്രിയേറ്റ് യുവർ ഓൺ വേൾഡ് അവിടെ ഇരുന്നുണ്ട്. സോ യു ക്യാൻ ഐദർ ഇൻക്ലൂഡ് എവ്രി വൺ ടു ദാറ്റ് ഓർ യു ക്യാൻ ജസ്റ്റ് പുട്ട് ദീസ് പീപ്പിൾ ഓൺലി ഇൻ ദാറ്റ്. എനിവേ ബട്ട് ഐ റിയലി എൻജോയ്ഡ് മൈ സെമിനറി ലൈഫ്. एवरी priest whomever you ask, उन लोगों का एकदम बेस्ट फेज ऑफ लाइफ इज द सेमिनरी लाइफ, बिकॉज इट्स द ओनली टाइम वेर यू विल बी केयर फ्री. You won't care about anything else. You are single. You don't have to answer to anybody. Okay. Only to your bishop, your vicar and your rector. Maybe your parents also. There is nobody else you must answer. So you lead a carefree life. You have a set of things which you do every time. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ല. Surely like secured life. But there is പുതിയ അഡ്വെഞ്ചേഴ്സിനുള്ളൊരു അവസരം ഉണ്ടാവില്ല. യു ഡു ദ സെയിം തിങ് വിത്ത് എ ഡിഫറെൻറ്റ് വേ. പുതിയ അഡ്വെഞ്ചേഴ്സ് നമുക്ക് എന്താ പറയില്ലേ, സെമിനാരിൽ പോയി സിനിമ കാണുക, അങ്ങനത്തെ ഒരു കലാപരിപാടി നടക്കില്ല. अपने कैसे जैसे कि कॉलेज में जाके कॉलेज बंक करो, मूवी के लिए जाओ, नहीं तो कोई बीच में जाके बैठो, नहीं तो फिर जाओ ही मत, ट्रेन चढ़ के किधर भी जाके बैठ जाओ. You can't do that there. Yeah, I believe every walk of life is unique in that way, uniquely beautiful. So that's that. और जितना अच्छा ഞങ്ങളുടെ ഇവിടെ കുറേ സോഴ്സസ്, റിലയബിൾ സോഴ്സസ് ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും അച്ഛനെ ക്യാൻഡി ക്രഷായിട്ട് അച്ഛന് കുറേ ഇഷ്ടമാണ് ആ ഗെയിം. ഒളിച്ചിങ്ങനെ കണ്ടിട്ടുണ്ടോ ചിത്തനച്ഛൻ ക്യാൻഡി ക്രഷ് കളിക്കുകയാണെന്ന്? അത്ര ഇഷ്ടമാണോ ഗെയിം ക്യാൻഡി ക്രഷ്? ക്യാൻഡി ക്രഷ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതെ അല്ലേ? ബാക്കി കളിക്കുന്ന വികാരിയേച്ചും കണ്ടിട്ടുണ്ട്. ബാക്കി ഏതൊക്കെ ഗെയിംസ് ആണ് കളിക്കണത്? നൗ ഐ എം ഇൻട്രസ്റ്റഡ്. ടെൽ മീ. ലൈക്ക് ചെറുപ്പത്തിൽ ഒത്തിരി കളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ആ സെമിനറി ലൈഫ് में इतना ज़्यादा खेलने नहीं मिला है. सेमिनरी टाइम വീഡിയോ ഗെയിം ഫേവറേറ്റ് വാസ് ലൈക്ക് ആംഗ്രി ബേർഡ്സ്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് अपने PC में, ऑफिस का PC में थोड़ा गेम्स है, स्टार्टेड सर्चिंग इट ഔട്ട്, थोड़ा ऐसा खेलने लग गया. പിന്നെ കുറച്ചിങ്ങനെ തീരുമാനമായി രാവിലെ ആ സാധനം കളിക്കില്ല. ആൾക്കാർ വന്ന് കാണുന്നത് കൊണ്ട് ആൾക്കാർ വിചാരിക്കും വീഡിയോ ഗെയിം കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെ കൊണ്ട് അച്ഛാ ഒന്ന് പറയൂ വീഡിയോ ഗെയിം കളിക്കരുത്. ऐसा बोलने बोले और अपन कैसा बोल सकते खेल मत करके. അത് ശരിയാണ്. I never say to kids like you don't play video games. I say don't spend much time in front of it. ഡിപ്ലോമാറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്യണമല്ലോ, അത് ശരിയാണ്. ഡിപ്ലോമാറ്റിക് അല്ല, നമ്മളും കളിക്കുന്നത് കൊണ്ട് പിള്ളേരോട് പറയാൻ നമുക്കൊരു നാണം. I play in the evening, like everybody, सब लोग घर जाने के बाद there is my time.
ഓക്കെ, അപ്പോൾ അച്ഛൻ്റെ ലൈഫിൽ വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം എ പ്രീസ്റ്റ്? ശരിക്കും പറഞ്ഞാൽ ഇൻസ്പയർ ചെയ്ത് അച്ഛന്മാർ തന്നെയാണ്. ഫസ്റ്റ് ഇൻസ്റ്റൻസ് വിച്ച് ഇൻസ്പയർ മാത്രമല്ല, ഒരു വാശിയായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ പറയില്ലേ, ചെറുപ്പത്തിൽ ടു സേ ഫ്രം ദ ബിഗിനിങ് ഇപ്പോൾ ഉള്ള മദർ ഓഫ് വിക്ടറി ചർച്ച് അന്നില്ല. സോ വെൻ ഐ കെയിം ടു താനെ ടു ഫസ്റ്റ് ലീവ് ദ വി യൂസ് ടു ഗോ ടു എ ലാറ്റിൻ ചർച്ച്. ലാറ്റിൻ പള്ളി എന്ന് പറഞ്ഞാൽ തമിഴന്മാരുടെ പള്ളിയാണ്. സോ ദേ യൂസ് ടു റെൻറ്റ് ഇറ്റ് ഔട്ട് ഫോർ എസ് ഫോർ എവറി സൺഡേ. പക്ഷേ എല്ലാ സൺഡേസും നമുക്ക് പോകാൻ പറ്റില്ല. മിക്കത് അവരുടെ കുർബാന ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും, ചിലപ്പോൾ ചെറുതാവും, കവി കവി നെയ് മിൽത്താറ്. സൺഡേസ് അങ്ങനെ ചിലപ്പോഴൊക്കെ പോകും. അതുകൂടാണ്ട് ചിലപ്പോൾ ഈ വീക്ക് ഡേയ്സിൽ അവിടെ കുർബാനകൾ ഉണ്ടാകുമ്പോൾ മമ്മി എന്നെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ കമ്മ്യൂണിയൻ കൊടുക്കണ നേരത്ത് ഈ അച്ഛന്മാർ കൊടുക്കുന്ന സാധനം നമ്മൾ ഈ തീരെ ചെറുതായതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന അച്ഛൻ ഫ്രീ ആയിട്ട് ചിപ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, നമുക്ക് ഈ സാധനം ജമ്മ ചെയ്താൽ തരിക. नहीं देते थे, ऐसा हाथ भी दिखाएगा तो नहीं देते थे. सो वी यूज्ड टू थिंक, आई यूज्ड टू थिंक भाई फ्री में दे रहा है, कोई पैसा तो नहीं दे रहा है, why this the guy is not giving me this thing. So I used to like every time when my mother used to go to see communion, एक नहीं तो मम्मी के साइड में बैठा रहेगा या फिर नीचे खड़े रहेगा, तो used to go and show my hand like this and the priest used to bless me and send me out. So once it happened like this, मम्मी के गोद में बैठा था, जैसे as the priest was giving me communion, so mom the communion I snatched away from her. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛമ്മനെ പേടിച്ചു. അത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റി മമ്മയുടെ കൊടുത്ത് എൻ്റെ തലയിൽ കുരിശ് മരിച്ചു. അന്ന് പൊതിരയിൽ കിട്ടി ഗർഭേ ഞാനിപ്പോൾ ബോധ് മാർക്കായി, ലിറ്ററലി ബോധ് മാർക്കായി. അത് കഴിഞ്ഞ് പിന്നെ മമ്മിയോട് പറഞ്ഞു, एक दिन में अच्छा बनूंगा तुझे शानी नहीं देगा. അല്ല, അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ചിപ്സ് കഴിക്കാൻ വേണ്ടിയാണ് അച്ഛനായെന്ന് അർത്ഥം. അന്ന് ചെറുപ്പത്തിൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ടും ഇത് പിന്നെ ഈശോയാണെന്നുള്ളതും ചിപ്സിൻ്റെ കൂടെ വൈന് കിട്ടുമെന്ന് അറിയായിരുന്നു. ഇല്ലില്ല, ഇതിങ്ങനെ ഒരു കപ്പ് പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതിനകത്ത് എന്നാ നമുക്ക് അറിയത്തില്ലല്ലോ. ആകെ കാണുന്ന സാധനം ഇതിങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അന്ന് ഈ സാധനം ചിപ്സാണ്. അങ്ങനെ കണ്ട് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിലൊരു വാശിയും ദേഷ്യവും മമ്മിക്ക് കൊടുക്കില്ല എന്നുള്ള രീതിയിലായതാണ്. അന്ന് ഐ തിങ്ക് ഐ വാസ് ലൈക്ക് ഇൻ സീനിയർ, ഐ തിങ്ക് ഐ വാസ് ഇൻ ദി ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന എല്ലാവരും ചോദിക്കാൻ പറയും ഞാൻ അച്ഛനാവും. പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഇറ്റ് വാസ് ലൈക്ക് ഒരു വേവറി ടൈപ്പായിരുന്നു. ഒരു 6th 7th ആ ടൈമിലാണ് എൻ്റെ ലൊക്കാലിറ്റിയിൽ ആദ്യമായിട്ട് PC എൻ്റെ വീട്ടിൽ വരണം. സോ ഉള്ള പാർട്ടിയാണല്ലേ? അങ്ങനെയല്ല, അസംബിൾ ചെയ്ത് വാങ്ങിയതാണ്. അന്നിങ്ങനെ ഒരു രസത്തിനിങ്ങനെ പറഞ്ഞ് അവസാനം പപ്പ ഒരു അസംബിൾ ചെയ്തുകൊണ്ടൊന്നും കൊണ്ട് തന്നു. അന്ന് അതിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ തരികടയും കാണിച്ചിട്ടുണ്ട്. മൂവി കാണാൻ കിട്ടും. മൂവീസ് നമ്മൾ ഈ CD കൊണ്ടുവന്ന് അതിനകത്ത് സേവ് ചെയ്യും. അന്ന് ഇറങ്ങിയിട്ടുള്ള വല്ല ഏതെങ്കിലും മൂവീസ് സേവ് ചെയ്യും. എന്നിട്ട് പപ്പയും മമ്മിയും ഇല്ലാത്ത നേരത്ത് ദർ ഇസ് ലൈക്ക് എ ലോക്കർ ടൈപ്പ് കബോർഡ് ഉണ്ട്. നമുക്ക് പഴയ PCകൾ വെച്ചിരിക്കുന്ന ഒരു ലോക്കർ ടൈപ്പ് സാധനം ഉണ്ടാവുള്ളൂ. ഈ CPU പൂട്ടി വയ്ക്കും, കീബോർഡ് പൂട്ടി വയ്ക്കും, ഈ സ്ക്രീൻ മാത്രം പുറത്തേക്ക് ഞെളിങ്ങിയിരിക്കും. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അതുപോലൊരു ലോക്കർ ടൈപ്പ് ഉണ്ടാവില്ല. അതുപോലൊരു ലോക്കറിനകത്താണ് നമ്മുടെ ഈ സാധനം. നമ്മൾ പണ്ടേ തരികിടയെന്ന് അറിയാവുന്നത് കൊണ്ട് പപ്പയും മമ്മിയും ലോക്കാക്കി വെച്ചിട്ട് പോകുമായിരുന്നു. പക്ഷേ വി യൂസ് ടു ഫൈൻഡ് ലൈക്ക് അതിനെങ്ങനെയും ഒരു വഴി കണ്ടെത്തും. ലോക്കർ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് സാധനം വലിച്ചെടുക്കാൻ ബുദ്ധി അങ്ങനെ ഓണാക്കിയിട്ട് ഇത് കാണും. അവസാനം ഞങ്ങൾ ഈ തുണി ലൈറ്റായിട്ടുള്ളൊരു തുണി നനച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ ഇതിന് വെള്ളിക്ക് പതുക്കെ വിരിച്ചിടും. അപ്പോൾ സാധനം തണുത്തിരിക്കുകയും ചെയ്യും. ഇപ്പോൾ നോക്കിയോടെ അവസ്ഥ ലൈക്ക് PC യൂസ് ചെയ്യുന്നില്ല. പിന്നെ അവർക്ക് ഡൗട്ട് വരുമ്പോൾ ഒരു തൊട്ട് നോക്കും, ആത്മയില്ല. അങ്ങനെ തിരിവരുന്ന കേസ്. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പണ്ടേ തരികിടയാണെന്ന് ഇപ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തരികിട എന്ന് വെച്ചാൽ എന്താണ്? എന്ത് തരികിട പരിപാടികളാണ് കാട്ടിക്കൂട്ടിയേക്കണേ? കുറുമ്പുകളുടെ വേറൊരു ലെവലെന്ന് പറയില്ലേ, അതുപോലൊക്കെ ഒരെണ്ണമായിരുന്നു. ഫോർ എക്സാമ്പിൾ സ്കൂളിൽ ചെയ്തുകൊണ്ടിരുന്നൊരു പരിപാടി അങ്ങനെ വലിയ ഫ്ലാഷ് ആവില്ല എന്ന് വിചാരിക്കും. ഇരിക്കുന്ന ടീച്ചറിൻ്റെ കസേരയുടെ കീഴിൽ ചുവങ്ങോട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഫെവിക്ക് പൊട്ടിച്ച് ചോദിക്കുക.
ഞങ്ങളങ്ങനെ ഒരു ടീച്ചറിൻ്റെ ഉടുപ്പ് കീറി കളഞ്ഞു. അത് ഞാൻ മാത്രമല്ല, ഞങ്ങൾക്ക് സ്ഥിരം ഒരു 8ാം ക്ലാസ്സൊക്കെ ആയ സമയത്ത് നമ്മൾ പിന്നെ കുറച്ചുകൂടെ കെയർ ഫ്രീ, ഗ്രോയിങ് അപ്പ് ഫേസ്, അങ്ങനൊരു സമയമായിരുന്നത് കൊണ്ട് ഈ ടീച്ചർ ഞങ്ങൾക്കിട്ട് എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയും. നമ്മൾ പിന്നെ സ്കൂളിൽ ഹോംവർക്ക് ചെയ്യില്ല, പഠിക്കില്ല, ക്ലാസ്സിൽ മിണ്ടാണ്ടിരിക്കില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമാകും. പിന്നെ അതുകൂടാണ്ട് ഈ ഡയറി ഉണ്ടാവുമല്ലോ, ഹാൻഡ് ബുക്കിൻ്റെ ഏറ്റവും ബാക്ക് പേജിൽ റിമാർക്സ് എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. അതിനകത്ത് ടീച്ചർമാർക്ക് ദേഷ്യം വരുമ്പോൾ തല്ലിയാലും നന്നാവില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ഭാഗം നിറച്ച് വയ്ക്കും. അപ്പം അങ്ങനെ 3 പേജുണ്ട്. ആ 3 പേജ് നിറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിനെ പോയി കാണണമെന്നുണ്ട്. പോരാത്തതിന് 4ൽ കൂടുതൽ റിമാർക്ക് സൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണണം. അപ്പോൾ ഇങ്ങനെ ഒരിക്കൽ ഈ ടീച്ചർ മാത്രം നമ്മൾ തിരഞ്ഞു പിടിച്ച് റിമാർക്ക് തരുന്നു. അതിൻ്റെ കലിപ്പ് തീർക്കാനായിട്ട് ഒരിക്കൽ ടീച്ചർ ഇതിൽ ചെവിക്ക് പൊട്ടിച്ച് വെച്ച് ഒഴിച്ചു. ടീച്ചർ നമ്മൾ ഇരിക്കുമെന്ന് വിചാരിക്കണില്ല, എന്നാലും ഇരിക്കണതിന് കൊണ്ട് നോക്കും എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ച ടീച്ചർ ഇരിക്കും. ടീച്ചർ ഇരുന്നു, എഴുന്നേറ്റ് ഉടുപ്പ് കീറി അറിഞ്ഞില്ല ആരാ പൊട്ടിച്ചെന്ന് ചോദിച്ചു. പിന്നെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേര് ക്ലാസ്സിൽ വലിയ ദാതാമാരെന്നൊക്കെ പറയില്ലേ, അവന്മാരതിൻ്റെ പേര് പറഞ്ഞാൽ തല്ലിക്കൊല്ലുമെന്ന് അറിയാറുന്നത് കൊണ്ട് ആരും വേണ്ടിയില്ല. രക്ഷപ്പെട്ടു. ഒരെണ്ണത്തിൽ പിടിക്കപ്പെട്ടു. അതൊരു രസമായിരുന്നു. 10th ഐ തിങ്ക് 10th അന്ന് ഞങ്ങൾക്ക് ഈ ക്യാൻറ്റീൻ, എല്ലാവർക്കും ഉള്ള പോലെ ക്യാൻറ്റീൻ ഉണ്ട്. വടാപ്പാവും സമോസക്കാവും കിട്ടും. അപ്പോൾ ഐ യൂസ് ടു ഹേറ്റ് ദ സബ്ജക്റ്റ് മാത്സ്. ഇപ്പോഴും ഇഷ്ടമില്ല ഈ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പോൾ ഈ ടീച്ചർ മാത്സിന് എപ്പോഴും ഹോംവർക്ക് തരും, ഞങ്ങളാരും ചെയ്യുമില്ല. ഈ ടീച്ചർ ചെയ്യുന്നത് നമ്മുടെ ബാഗ് അടക്കം എടുത്തുകൊണ്ട് പോകും. അത് തരൂല്ല തിരിച്ചു. അവിടെ സ്റ്റാഫ് റൂമിൽ കൊണ്ട് ടീച്ചറുടെ ലോക്കറിൽ പൂട്ടി വയ്ക്കും. നല്ല കാര്യമല്ലേ, ബുക്സ് ഇല്ല, അപ്പോൾ പഠിക്കണ്ട, വീട്ടിൽ ചെന്നാൽ 4 ഇരട്ടി കിട്ടും. ബാഗില്ലാണ്ട് ബാഗ് എന്തിയാടാ, അത് ടീച്ചർ എടുക്കും. പിന്നെ വൈകുന്നേരം പപ്പയും കൂടെ വന്ന് കയറി കഴിയുമ്പോൾ 2 പേരുടെ ഭാഗത്ത് നിന്ന് ഒരുമിച്ച് കിട്ടും. അപ്പോൾ ഈ ടീച്ചറിട്ട് പിന്നെ നമ്മളെങ്ങനെയും പണി കൊടുക്കണമല്ലോ, ശരിയാവില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരിക്കലും ടീച്ചർ ഇങ്ങനെ നിന്ന് ഒരു സ്റ്റുഡൻറ്റിനോട് ഇങ്ങനെ ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ ഇങ്ങനെ മുടി കെട്ടി വയ്ക്കും. ഒരു തമാശയ്ക്ക് ഞാൻ ടീച്ചർ പറയുമ്പോൾ ഒരു മുടി ഇങ്ങനെ വലിച്ചെടുത്തു. മുടി വലിച്ചെടുത്തിട്ട് കൂട്ടുകാരെ കാണിക്കുന്നു, മുടി ഉണ്ടെന്ന കയ്യിൽ. അപ്പോൾ അവന്മാർക്ക് ഭയങ്കര രസമായി. അവന്മാർ പറഞ്ഞു, എടാ അടുത്ത പ്രാവശ്യം ഞങ്ങളൊന്ന് വലിച്ച് കാണിക്കാൻ പറഞ്ഞു. 1-2 പ്രാവശ്യം വലിച്ചു. പിന്നെ അത് സ്ഥിരം കലാപരിപാടിയായപ്പോൾ ഞാൻ പറഞ്ഞു അത് നടക്കില്ല, ഇങ്ങനെ അടുത്ത പ്രാവശ്യം വലിച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് തരുമെന്ന്, എന്ത് വേണം, ഒരു വടാപ്പാവ് വാങ്ങിച്ചെന്നാൽ മതി. നോക്കി ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ പോരാ, നിങ്ങൾ കണ്ണിച്ചോറില്ലാത്തവന്മാരാണ്, നിങ്ങൾ കാണിച്ചോറിയാൻ വരാം, ലിക്ക് ചെയ്തെന്ന് പറയും. അപ്പോൾ ഈ നമ്മുടെ വിവരമില്ലായ്മയിലാണോ എന്തോ അവരന്ന് എഴുതിയ മാത്സ് പുസ്തകത്തിനകത്താണ് അവർ ഏറ്റവും ബാക്കിൽ ഇത് എഴുതി വെച്ചിരുന്നത്. ഈ പുൽസ് ടീച്ചറിൻ്റെ പേര് ലളിത എന്നാണ്. ലളിത ടീച്ചർ ഇത് കാണില്ല എന്തെങ്കിലും സോറി അങ്ങനെയൊന്നും പറയാനുണ്ടോ? ഇല്ല, സോറി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതിയൊക്കെ വെച്ചു. അതിങ്ങനെ കുറച്ച് ഒരാഴ്ച ഇങ്ങനെ വിത്തൗട്ട് എനി ഇഷ്യൂസ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ ടീച്ചർ ഒരു ഹോംവർക്ക് തന്നു. എഴുതിക്കൊണ്ട് വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റേർണൽസിൽ ഞാൻ കുറയ്ക്കുമെന്ന്. അന്നൊരു പേടിയുണ്ടായിരുന്നു, അതന്നെ പഠിക്കില്ല. അതിൻ്റെ പുറകെ ഇൻറ്റേർണൽസിൽ കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പേടി. പിന്നെ ചെയ്തേക്കായി ഇത്ര കിടന്ന് പറയണമല്ലേ എന്ന് വിചാരിച്ചിട്ട് അന്ന് പോയി ഹോംവർക്ക് ചെയ്തു. ആദ്യമായിട്ട് ഹോംവർക്ക് ചെയ്ത് ഫില്ല് ചെയ്തുകൊണ്ട് വന്നു. അപ്പോഴേക്കും പിന്നെ കൂട്ടുകാർ ചോദിക്കില്ല, അത് ബുക്ക് ചെയ്യുന്ന നമ്മളെല്ലാവർക്കും ബുക്ക് പാസ് ചെയ്തു. അങ്ങനെ പാസ് ചെയ്ത് ഏതോ ഒരു എണ്ണഘട്ടത്തിൻ്റെ കയ്യിലോട്ട് നമ്മുടെ പുസ്തകം വന്ന് വീഴും. അപ്പോൾ അവനിങ്ങനെ പുസ്തകം നോക്കി അവനായിരുന്നു ലാസ്റ്റ്. മറിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം എഴുതിയിരിക്കുന്നത് മാത്സിൻ്റെ ഏറ്റവും ബാക്ക് പേജിൽ നമ്മൾ കൂട്ടുകാർ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൂരമായിരുന്നു അന്ന്, തൃശ്ശൂർ പൂരം. ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ടീച്ചർ ഇത് കണ്ടു. അപ്പോൾ ഇവൻ നമുക്കിട്ട് വെച്ചു. പുസ്തകമൊന്നുമല്ല, ഞാൻ പറഞ്ഞ പുസ്തകം പറഞ്ഞ ഈ ലിഗ്നിക്കായെന്ന് പറഞ്ഞു. വിചാരിച്ചവൻ കാര്യമുള്ള കാര്യം, നമ്മൾ ഈ സാധനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മൾ അറിയണില്ല, നമ്മൾ മറന്നുപോയി കേസ്. ടീച്ചർ വന്ന് ടീച്ചറിനെ പോയി കാണിച്ചു, മാം ലിഖായാക്കില്ല. അത് കഴിഞ്ഞ് എൻ്റെ ചെവി പിടിച്ചൊരു തിരിക്കലുണ്ടായിരുന്നു. ചെവി പറഞ്ഞു പോരാഞ്ഞത് ഭാഗ്യം. ആൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഇവര് ഇപ്പോൾ ഹെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കാര്യത്തിൽ
തല്ലിയില്ല, ചെവി പിടിച്ച് രണ്ടും കൊണ്ടാക്കി. രണ്ട് ഇവിടെ ഈ ഇയർ ലോബ് ഉണ്ടാവും, അതിങ്ങനെ തിരുമ്മി അത് ചോപ്പിച്ച് ചൂട് പിടിപ്പിച്ചൊരു വഴിക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ടീച്ചർ പറഞ്ഞു ഐ വോണ്ട് ടു സീ യുവർ പാരൻസ് ഒക്കെ പറഞ്ഞു. ഞാൻ പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഞാൻ പിന്നെ ഈ സോറി എന്നൊക്കെ പറഞ്ഞു അവസാനം ആ കാര്യത്തിന് തീരുമാനമാക്കി. ആളെൻ്റെ ഹാൻഡ് ബുക്ക് എടുത്തുകൊണ്ട് പോയി. നിനക്ക് ഹാൻഡ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് വന്നാൽ മതി. ഹാൻഡ് ബുക്ക് അത് തിരിച്ച് കിട്ടിയില്ല, ഞാൻ ചോദിക്കാനും പോയില്ല, അപ്പനെയും വിളിച്ചു പോയില്ല. അപ്പോൾ ആകെപ്പാട് അച്ഛനൊരു വലിയ ഇൻട്രസ്റ്റിംഗ് ആളാണല്ലോ. 10ാം ക്ലാസ്സിൽ ബുക്കൊക്കെ പഠിക്കാനുള്ള സമയത്താണ് അച്ഛൻ കൂട്ടി പറിച്ച് വടപ്പാവ് വാങ്ങിക്കണ ബിസിനസ്സായിരുന്നു അച്ഛൻ്റെ. അടിപൊളി ആളൊരു ആകെ ഒരു കേസ് കിട്ടി ചെയ്തു, അതിന് പണിയും കിട്ടിക്കഴിഞ്ഞ് ഞാൻ അതോടെ നിർത്തി. കൂട്ടുകാർ കാല് വാരുന്നവരാണെങ്കിൽ തന്നെ നിൽക്കും. കാലാരെങ്കിലും വാരിയിട്ടുണ്ടോ? ഇല്ലല്ലോ. വാരി കഴിയുമ്പോൾ തന്നെ നിന്നോളും എല്ലാം. അച്ഛനിങ്ങനെ അടിപൊളി തരകിട കൂട്ടുകാർ ആയിരുന്നല്ലേ? അപ്പോൾ അത്യാവശ്യം കുറച്ച് പേര്. 10ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ അവരാരെയും കണ്ടിട്ടില്ല. അവരുടെ ഒക്കെ മനസ്സിൽ എന്താണ് ഒരു വിഗ്രഹം ഉണ്ടാവും. അച്ഛന്മാരെന്ന് പറഞ്ഞങ്ങനെ ശാന്തനായിട്ട് സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ നടക്കണ ഒരാളാണെന്ന്. അപ്പം അവർ ഇന്ന് ജിത്തിനച്ഛനെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലുള്ള ആ വിഗ്രഹം ഫുള്ള് ഒടിഞ്ഞു കിട്ടും. അതായത് അതൊരു ഭാഗ്യമാണ്. 10th കഴിഞ്ഞ് പിന്നെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. Throughout these years, who was your role model? ഞാൻ അങ്ങനെ ആരും റോൾ മോഡലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പറയില്ലേ, ടു ജസ്റ്റ് ഡിപ്പെൻഡ് ഓൺ പ്രെയർ ആൻഡ് ജീസസ്. അതായത് അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ വീട്ടിൽ അറിയിച്ചില്ല ഇങ്ങനെ അച്ഛനാവാൻ പോകണമെന്ന്? അപ്പോൾ വീട്ടിലെല്ലാവരുടെയും റിയാക്ഷൻസ് എങ്ങനെയായിരുന്നു? മമ്മിക്ക് കുഴപ്പമില്ലായിരുന്നു. മമ്മിക്കറിയാം ഇങ്ങനെ ചെറുപ്പം മുതൽ ഇങ്ങനെ പറയുമെന്നുള്ള കാര്യം മമ്മിക്ക് അറിയാമായിരുന്നു. മമ്മിയുടെ മനസ്സിൽ പിന്നെ ഉണ്ടായിരുന്നു. പപ്പ പിന്നെ അങ്ങനെ ഇങ്ങനെ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഒരു 6th 7th ടൈപ്പ് സമയമായി കഴിഞ്ഞപ്പോഴേക്കും PC വന്നതോടെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ എന്നൊക്കെ മനസ്സിൽ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഡാഡ് വാസ് ലൈക്ക് ജോ കരണേ. മമ്മിക്ക് പിന്നെ ഇങ്ങനെ ചെറിയ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സമയമായി കഴിഞ്ഞപ്പോഴേക്കും ഷി ഓൾസോ ലെഫ്റ്റ് ആസ് സച്ച് ഗോ. 10th ആയി കഴിഞ്ഞപ്പോഴേക്കും ദിസ് തിങ് ഓൾസോ കെയിം അപ്പ് ടു മൈ മൈൻഡ്. മുന്നോട്ട് ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം എന്തെങ്കിലും ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് നിൽക്കണം. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ഓർമ്മ വന്നു. നമ്മളിങ്ങനെ ഒരു പണ്ടൊരാഗ്രഹം ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് എൻ്റെ വികാരിച്ചൻ അച്ഛനോട് ഇങ്ങനെ അച്ഛൻ നേരത്തെ അറിയാമായിരുന്നു, ഇങ്ങനെ ഇടയ്ക്ക് പറയുമായിരുന്നു എന്നുള്ളത്. അച്ഛനിങ്ങനെ കഴിഞ്ഞ് ഒരുമാതിരി ഇങ്ങനെ സംസാരിച്ചപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞു ഒരു വൊക്കേഷൻ ക്യാമ്പ് വരുന്നുണ്ട് നമ്മുടെ മൈനർ സെമിനാറിലാണ്, പോയി അറ്റൻഡ് ചെയ്തു. ഞാനിങ്ങനെ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാമ്പ് ഉണ്ട്, പോയാൽ കൊള്ളാമെന്നുണ്ട്. പപ്പ തന്നെയാണ് എന്നെ കൊണ്ട് വിട്ടത്. അപ്പം അന്ന് വി വർ ഓൺലി 5 boys and 1 girl. അന്ന് രൂപത മൊത്തം അറിയിച്ചിട്ട് ഞങ്ങൾ 5 പേരും ഒരു ചേച്ചിയും. ഐ തിങ്ക് ഷി വാസ് ഫ്രം മല്ലാട്. ഉല്ലാസ് നഗറിൽ നിന്ന് ഒരാൾ, ഞാനുണ്ടായിരുന്നു. നാസിക്കിൽ നിന്ന് 2 പേര്, 1 ഫ്രം മന്തേരി. ഞങ്ങൾ 5 പേരും 1 ചേച്ചി ഫ്രം മല്ലാട്. അപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്, 6 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വൊക്കേഷൻ ക്യാമ്പ് കൂടി. അതിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ചേർന്നുള്ളൂ. അപ്പോൾ ആ വൊക്കേഷൻ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ ചോദിക്കാത്ത, ഞാൻ ഒരിക്കലും നാട്ടിൽ ഇങ്ങനെ പറഞ്ഞും ചോദിച്ചും പോകാത്തതാണ്. എനിക്ക് നാട്ടിൽ അങ്ങനെ പോകാനും വലിയ താല്പര്യമില്ല. ചക്കയും വാങ്ങി തിന്നാൽ മാത്രം നാട്ടിൽ കച്ചവെട്ടി പോകാമെന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. അപ്പം അന്ന് പോയി. ഐ തിങ്ക് ഐ വെൻറ്റ് ഇൻ ഏപ്രിൽ. ഞാൻ ജൂണിലാണ് തിരിച്ചു വന്നത്. June 26th ഐ തിങ്ക് ദ റിസൾട്ട് കെയിം ഔട്ട്. അപ്പോൾ അതിന് ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ വീട്ടിലെത്തി. എന്നെ 15 ദിവസത്തേക്കാണ് വിട്ടത്. പറഞ്ഞു 2.5 മാസത്തേക്ക് ഞാൻ കൂട്ടി. അങ്ങനെ ജൂണിൽ തിരിച്ചു വന്നു. റിസൾട്ട് വരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുന്നേ വികാരിച്ചും പറഞ്ഞു സെമിനാറിലെ റെക്ടറച്ചനും ഞാനും വരുന്നുണ്ട് പറഞ്ഞു. അപ്പോഴാണ് ഒരുമാതിരി കാര്യങ്ങൾക്ക് തീരുമാനമായത്. പേര് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവർ വന്ന് സംസാരിച്ചു. അന്നാണ് പപ്പയ്ക്ക് മനസ്സിലാവുന്നത് ഞാനെടുത്ത് പോയ സാധനത്തിനൊക്കെ ഒരുമാതിരി ഒരു തീരുമാനമാകുന്നു എന്നുള്ളത്. ആദ്യത്തെ കൊല്ലം പുള്ളി അങ്ങനെ വലിയ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇയർ വാസ് ലൈക്ക് നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റഡ്. അധികം ഒന്നും സംസാരിക്കില്ലായിരുന്നു. പറയും ചോദിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പക്ഷെ അല്ലാണ്ട് അങ്ങനെ ഒത്തിരി വലിയ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ചുകൂടെ അടുത്ത് ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയും മമ്മിയോട് സംസാരിക്കുന്നത്. പുള്ളിക്ക് ആദ്യത്തെ ഒരു കൊല്ലം വിഷമമായിരുന്നു.
അത് കഴിഞ്ഞ് തന്നെ എന്തൊക്കെയാണ് ഓക്കെ. അതിപ്പോൾ അച്ഛൻ ഇങ്ങനെ പട്ടൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല അഭിമാനമായിരിക്കില്ല അവർക്ക്. അതുപോലെ കൊണ്ടൊന്ന് വിചാരിക്കാം. ആ ഐ വെൻറ്റ് ടു ഇൻവൈറ്റ് ലൈക്ക് മൈ ടീച്ചേഴ്സ്. ഇപ്പോൾ സ്കൂളിൽ അവർ അറിയുന്ന കുറച്ചൊരു ഐ തിങ്ക് ദേവർ 10 of them. ചെവി പിടിച്ച ടീച്ചറിനെ ഇൻവൈറ്റ് ചെയ്തോ? ആളുണ്ടായിരുന്നു അവിടെ. ആളാണ് ഏറ്റവും അധികം കരഞ്ഞത്. അതല്ലേ? ഓ ആള് അപ്പോൾ ആളെന്നെ ഞാൻ നേരെ ചെന്ന് പെടുന്നത് ടീച്ചറിൻ്റെ മുന്നിലാണ്. ടീച്ചർ എന്നെ ഓർമ്മയുണ്ടെന്ന് ചോദിച്ചു. ടീച്ചറിന് നല്ല ഓർമ്മ ഉണ്ടല്ലേ? നീ ആ ജിതിനല്ലേ എന്ന് ചോദിച്ചു. ആൾക്കൊരു സ്റ്റാർട്ടിങ്ങിലൊരു കണ്ടംപ്റ്റ് പോലെയായിരുന്നു. നീ എന്നാ ചെയ്യണം? ഇപ്പോൾ പഠിച്ചു തീർന്നു, എന്നാ കല്യാണം? ഞാൻ പറഞ്ഞൊരു ഇൻവിറ്റേഷന് വേണ്ടി വന്നതാണ്. എന്നാ കല്യാണമോ? നീ അല്ലേ, ഞാൻ ഓർഡിനാണ് ഗോയിങ് ടു ബിക്കം എ പ്രീസ്റ്റ്. December 27th is my ordination. ആൾ ഷോക്കുമായി. പിന്നെ ഒരു മൂലയ്ക്കൊന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ആൾ. അത് കഴിഞ്ഞ് ആൾക്കന്ന് പക്ഷേ ആൾ ഇത്തിരി പേടിച്ചിട്ടുണ്ടാവും. ഇനി പ്രീസ്റ്റൊക്കെ ആവാൻ പോയിട്ട് പ്രിൻസിപ്പളായി ഇവിടെ തന്നെ വരുമോ എന്നൊരു സംശയം ഉണ്ടാവും ചിലപ്പോൾ. ആളത് കഴിഞ്ഞ് ഒത്തിരി കുറച്ചേരം സംസാരിച്ചു പഴയകാല കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു, നീ ഇത്ര ആവുന്ന ഒരിക്കലും നെവർ തോട്ട് ടു ബിക്കം എ പ്രീസ്റ്റ്. അതെൻ്റെ കുറേ കൂട്ടുകാരും എന്നെ അറിയുന്ന ഒത്തിരി പേരും പറഞ്ഞു, നീ ഒരിക്കലും അച്ഛനാണെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുര്യാക്കോസ് അച്ഛൻ അവിടെ തിക്കുച്ചിനി വാടിയിൽ വികാരിയായപ്പോൾ അച്ഛൻ ഓൾട്ടർ ബോയ് ആയിട്ടുണ്ടായില്ലേ? അപ്പോൾ അങ്ങനെ അവിടുന്ന് വല്ല നല്ല സ്റ്റോറീസ് ഉണ്ടോ ഞങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്? അവിടെയും കുറച്ചുണ്ട്. അതായത് വികൃതികൾ മാത്രമേ ഉള്ളൂ, നല്ലതെന്ന് പറയാനായിട്ട് അങ്ങനെ ഉണ്ടാവില്ല. അത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. 6th ഐ തിങ്ക് സ്റ്റാർട്ടിങ് സമയത്ത് എൻ്റെ 5th സ്റ്റാൻഡേർഡ് തീരാറായപ്പോഴാണ് കുര്യാക്കോസ് അച്ഛൻ അവിടെ വികാരിയായിട്ട് വരുന്നത്. ഓൾട്ടർ പോയായിരുന്ന സമയത്ത് തന്നെ കുറേ വികൃതികൾ കാണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കൂട്ടുകാർ മാത്രമേ അച്ഛൻ്റെ അവിടേക്ക് എത്തില്ല. അന്ന് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ബുദ്ധിപൂർവമായിട്ടാണ് എല്ലാം. സിസ്റ്റേഴ്സ് അപ്പുറത്തേക്ക് എത്തിക്കില്ല. സിസ്റ്റർമാർ തന്നെ നമുക്കിട്ട് പണി തന്നു തീർന്നു. നൈസായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യത്തിൽ പബ്ലിക്കായെന്നേ ഉള്ളൂ. നമ്മുടെ താബൂറിലെ ഡയറക്ടർ അച്ഛൻ ഉണ്ടായിരുന്നു, മാത്യു വെല്ലുവെങ്കിൽ അച്ഛൻ, കൊച്ചു മാത്യു അച്ഛൻ എന്ന് വിളിക്കും. അച്ഛൻ ഒരിക്കലും ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു 3 ഓൾട്ടർ ബോയ്സ് പുറകിലിരുന്ന് കത്തിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനെങ്ങാണ്ട് ഒച്ച കേട്ടോ ഇല്ലയോ അറിയത്തില്ല. അച്ഛൻ പെട്ടെന്ന് പ്രസംഗം നിർത്തി. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക പുറകിൽ സങ്കീർത്തിയിലിരുന്നത്. അച്ഛനെ എത്തി നോക്കിയിട്ട് ഒരു പോക്ക് പോയി. അച്ഛൻ പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞു, 3 പയ്യന്മാർ അകത്തിരുന്ന് സംസാരിച്ചു ഇരിക്കുക അവിടെ കട്ടയ്ക്ക് പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ 2 പേര് ഓടി പുറകെ വന്ന് നമ്മുടെ അന്നത്തെ ഉണ്ടായിരുന്ന ട്രസ്റ്റ് അങ്കിൾ ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നു. പുള്ളി പുറകെ വന്ന് പൊക്കി. നിങ്ങളവിടെ എന്നാടാ കാണിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ സംസാരിക്കേണ്ട നേരം ഓർഡറാന്ന് പറയുന്നത്. നമ്മൾ ഓടിച്ച് ഫസ്റ്റ് ബെഞ്ചിൽ കൊണ്ട് ഇരുത്തി. ആ സമയത്ത് കാപ്പിക്കുടിയുടെ നേരെ ആയിരുന്നപ്പോൾ വഴി വന്ന എല്ലാവരും ചീത്ത വിളിച്ചു. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, വീട്ടിൽ ചെന്നിട്ട് വലിയൊരു രസമായിരുന്നു. പപ്പയുടെയും മമ്മയുടെയും മകൻ കിട്ടി. അവർക്ക് കിട്ടിയില്ലെന്ന് അറിയില്ല, പക്ഷേ പബ്ലിക്കായിട്ട് നാണം കേട്ട തന്നായിരുന്നു. ഇല്ലെങ്കിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പൊതുവെ ഓൾട്ടർ ബോയ് ആയിരുന്ന സമയത്ത് അങ്ങനെ വികൃതികൾ ചെയ്യും, പക്ഷേ ആരും അറിയില്ലായിരുന്നു. സിസ്റ്റർമാരിങ്ങനെ ഒതുക്കി കൂട്ടി. അതിനും വേണം കഴിവ്. സിസ്റ്റർമാർ കാരണം അവർ തന്നെ നമുക്കിട്ട് വഴക്ക് പറയും, ചീത്ത വിളിക്കും, എടുക്ക് തരും, തിരിച്ചു. അതുണ്ടായിരുന്നു. പുറത്തേക്ക് അങ്ങനെ ഇറങ്ങില്ല. ഇത് അച്ഛൻ വന്ന് പബ്ലിക്കാക്കി കളഞ്ഞു. So Acha, as we come to the end of our chat, I would like to ask you, what is your special message in this pandemic times for all of us? Stay home, stay safe, stay healthy. ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക. പള്ളി വരാൻ പറ്റുന്ന സമയത്ത് പള്ളി വരിക, പ്രാർത്ഥിക്കുക. പിള്ളേരോടാണെങ്കിൽ അപ്പനമ്മേനെ അനുസരിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈലൈറ്റ് ചെയ്ത് വെച്ചോ. പിള്ളേർമാർ അപ്പൻ അമ്മമാരെ അനുസരിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഷോർട്ടായിട്ട് സിമ്പിളായിട്ടെല്ലാം വെക്കുന്ന ആളാണ്. അടുത്തതായി, ദിസ് ഇയർ ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ദ ഇയർ ഓഫ് സെയിൻറ്റ് ജോസഫ് by our Pope Francis. So in that regard, we have a special corner for a selfie with Saint Joseph. അപ്പോൾ അവിടെ നമുക്ക് പോയി ഒരു സെൽഫി എടുക്കാം.
തരികിടൊക്കെ കുറേ ഇഷ്ടമാണ്. അച്ഛൻ ഫുള്ള് തരികിട ആയ കാരണം നമുക്കൊരു തരികിട ഗെയിമും കളിക്കാം. കണ്ടില്ലേ, ഈ 2 ബോട്ടിലുണ്ട്. ഇന്നലെ തന്നെ ഒരു കല്യാണം കഴിഞ്ഞ് നമ്മളുടെ പിന്നെ ലോ ബഡ്ജറ്റ് ആയ കാരണം ആ പുറത്ത് കളഞ്ഞ കോക്കോള ബോട്ടിൽ തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ, ഈ ബോട്ടിൽ നമ്മളിവിടെ വെക്കും. അവിടെ 2 ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഇതിൽ നമുക്ക് നിറയ്ക്കണം. വെള്ളം കൈകൊണ്ട് മാത്രം നമുക്കിങ്ങനെ കോരി ഇതിലോട്ട് ഇടണം. ആരാണ് ആദ്യം ഈ ബോട്ടിൽ നിറയ്ക്കണേ അവർ ജയിക്കും. ഓക്കെ, ടൈം ലിമിറ്റ് ഒന്നും ഇല്ല തൽക്കാലം. ആ ഫുൾ ബോട്ടിൽ നോക്കാം നമുക്ക് എത്ര നിറയ്ക്കാൻ പറ്റുന്നത്. ഒന്ന് വേഗം ചെയ്യണം, നാളെ എനിക്കൊരു ട്രെയിനൊക്കെ പിടിക്കാനുള്ളത്. അപ്പോൾ സമയത്തിന് എനിക്ക് ഇറങ്ങണം. ഓക്കെ, എന്നാൽ നമുക്ക് ഗെയിം തുടങ്ങാം. A few moments later. Six and a half hours later. One eternity later. അപ്പോൾ നിങ്ങളെല്ലാവരും ഗെയിം നമ്മൾ കണ്ടല്ലോ.
ക്ലിയർലി ജിതിനച്ചനാണ് ജയിച്ചേക്കണത്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ശ്വാസം മുട്ടി നിൽക്കാണ്. പിന്നെ എനിക്കങ്ങനെ ആൾക്കാരെ വെള്ളം കുടിപ്പിച്ചും വെള്ളം കോരി അങ്ങനെ ബോട്ടിൽ ഒഴിച്ചിട്ടും നല്ല ശീലമില്ല. അങ്ങനെയാണ് ജിതിനച്ചൻ ജയിച്ചത്. അപ്പോൾ ജയിച്ച കാരണം നമുക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കരിച്ചിൽ തുടങ്ങും. അതുകൊണ്ട് എന്തായാലും ഇത് വെച്ചോ. കോൺഗ്രാറ്റുലേഷൻസ് അച്ഛാ. ഓക്കെ അച്ഛാ, ഈ അടിപൊളി ഗെയിം നമ്മളെ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഗെയിം കളിച്ചിട്ട് എന്താണ് അച്ഛന് പറയാനുള്ളത്? കുറച്ചുകൂടെ റൂറൽ ലെവലിലേക്ക് ആക്കായിരുന്നു ഈ കളി. ഇത്ര ഇൻ്റർനാഷണൽ ആക്കണ്ടായിരുന്നു. അടുത്ത് നടുവേനിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇറ്റ് വാസ് ഗുഡ്, റിയലി എൻജോയ്ഡ്. ഇനി സമയമുള്ളപ്പോൾ ഇനി ഇതുപോലുള്ള വല്ല ഗെയിംസ്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇതുപോലുള്ള വല്ല ഗെയിംസ് നമുക്ക് കളിക്കാനായിട്ട് നോക്കാം. Okay, thank you so much, Acha, for that enthusiasm. We really appreciate it. So, hope you guys enjoyed this episode. Do stay tuned. We are coming again with many more of such fun games and chit chat. See you all then. Bye bye. Okay.